Find extreme values of f of xy equal to x plus y subject to x square plus 4y square equal to 4. ഇത് മൊഡ്യൂൾ 4 ക്വസ്റ്റ്യൻ ആണ്. ഇത് ലഗ്രാഞ്ചസ് മൾട്ടിപ്ലെയർ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇതിൽ 1 കൺസ്ട്രെയിൻ ഉള്ളതുണ്ട്, 2 കൺസ്ട്രെയിൻ ഉള്ളതുണ്ട്. ഇപ്പോൾ ആദ്യത്തെ 1 കൺസ്ട്രെയിൻ ഉള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ലഗ്രാഞ്ചിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഓഫ് എക്സ് വൈ ലാംഡ, എക്സും വൈയും വേരിയബിളും മാത്രമേ ഉള്ളൂ. അപ്പോൾ എൽ ഓഫ് എക്സ് വൈ ലാംഡ എഫ് ഓഫ് എക്സ് വൈ പ്ലസ് ലാംഡ ജി ഓഫ് എക്സ് വൈ. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ എക്സ്ട്രീം വാല്യൂ കാണാൻ അല്ലെങ്കിൽ മാക്സിമൈസ് ഓർ മിനിമൈസ് കാണാൻ പറയുന്ന ഫംഗ്ഷൻ ഏതാണോ അതാണ് എഫ് ഓഫ് എക്സ് വൈ ആയിട്ട് എടുക്കുക. ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ കൺസ്ട്രെയിൻ തന്നിട്ടുണ്ടാവും, അതാണ് അത് ഇക്വേഷൻ ഫോമിലായിരിക്കും, അതാണ് ജി ഓഫ് എക്സ് വൈ എന്ന് എടുക്കുക. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് വൈ എക്സ് പ്ലസ് വൈ ആണ്, ജി ഓഫ് എക്സ് വൈ എക്സ് സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ മൈനസ് 4 ഈക്വൽ ടു 0. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിൽ ഏതൊക്കെ വേരിയബിളിൻ്റെ ഫംഗ്ഷൻ എക്സ് വൈ ലാംഡയുടെ ഫംഗ്ഷനാണ് അതെല്ലാം കൊണ്ട് എല്ലിനെ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡോ എൽ ബൈ ഡോ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന് മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ബാക്കി എല്ലാ വേരിയബിളും കോൺസ്റ്റൻ്റ് ആയിരിക്കും. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, വൈയുടെ ഡെറിവേറ്റീവ് 0, ലാംഡ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x വരും, 4y സ്ക്വയർ മൈനസ് 4 0 വരും. അടുത്ത ഡോ എൽ ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 0, വൈയുടെ ഡെറിവേറ്റീവ് 1, ലാംഡ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0, 4y സ്ക്വയർ 8y മൈനസ് 4ൻ്റെ ഡെറിവേറ്റീവ് 0. ഇനി ലാംഡ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ജി ഓഫ് എക്സ് വൈ തന്നെയാണ് എഴുതുക. അതായത് എക്സ് പ്ലസ് വൈ ഡെറിവേറ്റീവ് 0 വരും, ലാംഡയുടെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇത് എഴുതണം. അപ്പോൾ നമ്മൾ നേരെ ജി ഓഫ് എക്സ് വൈ എന്താണോ അതാണ് എഴുതേണ്ടത്. ഇനി ഈ 3 ഇക്വേഷനും കൂടി സോൾവ് ചെയ്തിട്ട് നമുക്ക് എക്സിൻ്റെയും എക്സ് വൈ വാല്യൂസ് കാണാം, എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആദ്യത്തെ 2 ഇക്വേഷനിൽ നിന്ന് ലാംഡ ഈക്വൽ ടു എഴുതാൻ പറ്റും. അപ്പോൾ ലാംഡ ഈക്വൽ ടു എന്താ വരിക? ആദ്യത്തേന്ന് ലാംഡ 2x ഈക്വൽ ടു -1, ലാംഡ ഈക്വൽ ടു -1 ബൈ 2x. രണ്ടാമത്തേന്ന് ലാംഡ 8y. ഇവിടെ നിന്ന് എങ്ങനെയാണ് വരിക? ലാംഡ 8y ഈക്വൽ ടു -1, ലാംഡ ഈക്വൽ ടു -1 ബൈ 8y. രണ്ടും ലാംഡ തന്നെയാണ്, രണ്ടും ലാംഡ തന്നെ ആയതുകൊണ്ട് -1 ബൈ 2x ഈക്വൽ ടു -1 ബൈ 8y എന്ന് എഴുതാം. രണ്ടും ഈക്വൽ ആണ്. ഇനി 8y ഇങ്ങോട്ടും 2xന് അങ്ങോട്ട് എഴുതുമ്പോൾ 8y ഈക്വൽ ടു 2x വരും. എക്സ് ഈക്വൽ ടു എന്താ വരിക? 8y ബൈ 2 4y എന്ന് എഴുതാം. y ഈക്വൽ ടു എടുക്കാം കേട്ടോ. y എടുക്കുമ്പം എക്സ് ബൈ 4 വരിക. അപ്പം ഫ്രാക്ഷൻ വരുമ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഫ്രാക്ഷൻ ഇല്ലാത്ത നോക്കിയെടുത്തപ്പോൾ എക്സ് ഈക്വൽ ടു 4y എടുത്തു. ഇനി ഈ എക്സും വൈയും നമ്മളുടെ റിലേഷനാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. എക്സ് ഈക്വൽ ടു 4y. ഇത് അടുത്ത ഇക്വേഷനിൽ 5ാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഒറ്റ വേരിയബിളാക്കും, എന്നിട്ട് ആ വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ എക്സിന് പകരം 4y കൊടുക്കുക, എക്സ് ഉള്ളിടത്തെല്ലാം 4y കൊടുക്കുക. അപ്പോൾ 4y ഹോൾ സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ മൈനസ് 4 വരും. അപ്പോൾ 16y സ്ക്വയർ പ്ലസ് 4y. ഇവിടെ എന്താ വരിക? 20y സ്ക്വയർ വരും. ഇവിടെ y സ്ക്വയർ ഈക്വൽ ടു 1/5 ആണ്. y എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 1/√5 വരും. 2 വാല്യൂ ആണ് വൈനുള്ളത്. കറസ്പോണ്ടിങ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. കറസ്പോണ്ടിങ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇവിടെ ഒരു റിലേഷൻ ഉണ്ട്, എക്സ് ഈക്വൽ ടു 4y. അപ്പോൾ നമ്മൾ ആദ്യം y ഈക്വൽ ടു 1/√5 കൊടുക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 4 ഇൻറ്റു 1/√5. അപ്പോൾ പോയിൻ്റ് ഏതാ? 4/√5 1/√5. എക്സിൻ്റെ വാല്യൂ അല്ലേ ആദ്യം എഴുതണ്ടേ? 4/√5 1/√5. ഇനി -1/√5 കൊടുക്കുമ്പോൾ -4/√5 -1/√5 കിട്ടും. ഇനി ഇത് 2 വാല്യൂസിന് കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് വൈ കാണാം. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ റൂട്ട് മുകളിൽ ന്യൂമറേറ്ററിൽ എഴുതുന്ന ഫോമാണ് എപ്പോഴും നല്ലത്. അപ്പോൾ 1/√a എന്ന് വെച്ചാൽ √a/a എന്ന് എഴുതാം. അപ്പോൾ 1/√5നെ 5/5 എന്ന് എഴുതാം. അങ്ങനത്തെ ഫോമിൽ ഇവിടെ തന്നെ എഴുതാം കേട്ടോ. ഞാൻ ലാസ്റ്റാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 4/√5 1/√5 എഫ് ഓഫ് എക്സ് വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൈ ആണ് ആഡ് ചെയ്യുക. 5/√5 കിട്ടും ആൻസർ. അതിനെ √5 മുകളിൽ തന്നെ ഫോമിൽ എഴുതാനായിട്ട് 1/√5നെ √5/5 എന്ന് എഴുതാം. 5 ക്യാൻസൽ ചെയ്ത് √5 കിട്ടി. ഇനി അടുത്ത പോയിൻ്റ് ഇതും ഈ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, എക്സ് പ്ലസ് വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആൻസർ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, find the point P of x, y, z in the plane 2x plus y minus z minus 5 equal to 0 that is closest to origin. അതായത് ഈ പ്ലെയിനിലെ ഒരു പോയിൻ്റ് ഒറിജിനായിട്ട് ഡിസ്റ്റൻസ് ഏറ്റവും കുറഞ്ഞത് മിനിമം ഡിസ്റ്റൻസിൽ ഒറിജിനായിട്ടുള്ള പോയിൻ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പ്ലെയിൻ തന്നിട്ടുള്ളൂ, ആ ഡിസ്റ്റൻസിൻ്റെ മിനിമം ഡിസ്റ്റൻസാണ് കാണേണ്ടത്. അപ്പോൾ അത് നമ്മൾക്ക് ഇവിടെ തന്നിട്ടില്ല. മിനിമം ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എന്താ? ഒരു പോയിൻറ്റും
എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ പോയിൻറ്റും ഒറിജിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞത് എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് ഇസെഡ് മൈനസ് 0 ഹോൾ സ്ക്വയർ. അതാണ്. അപ്പോൾ ഇതിൻ്റെ മിനിമം കാണണം. ഇതിൻ്റെ മിനിമവും ഡിയുടെ മിനിമവും ഡി സ്ക്വയറിൻ്റെ മിനിമവും സെയിം തന്നെയായിരിക്കും. അപ്പോൾ നമ്മളതിനെ ഡി സ്ക്വയർ ആക്കിയിട്ട് ചെയ്യുക, അതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൻ്റെ മിനിമം ആണ് നമുക്ക് കാണേണ്ടത്. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇതാണ്. ഇനി റെസ്ട്രിക്ഷൻ ഇവിടെ എന്താണ്, കൺസ്ട്രെയിൻ തന്നിട്ടുള്ളത് ഏതാണെങ്കിൽ പ്ലെയിൻ ഇക്വേഷൻ, അതാണ് എഫ് ഓഫ് എക്സ് വൈ ജി ഓഫ് എക്സ് വൈ സെഡ് ആയിട്ട് എഴുതുന്നത്. അതിങ്ങനെ എഴുതി നേരെ ലഗ്രാഞ്ചിയനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഫ് ഓഫ് എക്സ് വൈനെ ഇതെഴുതി, ജി ഓഫ് എക്സ് വൈ സെഡിനെ ഇതെഴുതി. ഇനി ഏതൊക്കെ വേരിയബിൾ ഇതിലുള്ളത്, എക്സ് വൈ സെഡ് ലാംഡ. ഇതെല്ലാം കൊണ്ട് നമുക്കിവിടെ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എക്സ് കൊണ്ട് ചെയ്യുമ്പം 2x, ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ലാംഡ ഇൻറ്റു 2xൻ്റെ ഡെറിവേറ്റീവ് 2 വരും, ഇതെഴുതി. വൈ കൊണ്ട് ചെയ്യുമ്പോൾ 2y, ഈ എക്സ് സ്ക്വയറും ഇസെഡ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 വരും. ലാംഡ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1. ഇനി ഇസെഡ് കൊണ്ട് ചെയ്യുമ്പം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 0 വരും, ഡെറിവേറ്റീവ് ഇസെഡ് സ്ക്വയർ 2z ലാംഡ ഇൻറ്റു ഇസെഡിൻ്റെ മൈനസ് ഇസെഡിൻ്റെ ഡെറിവേറ്റീവ് -1. അപ്പോൾ ഇത് വരും. ഇനി ലാംഡ വെച്ച് ചെയ്യുമ്പോൾ ഇത് നേരെ എഴുതാം, ഈ ജി ഓഫ് എക്സ് വൈ എഴുതാം. കാരണം ഇതെല്ലാം ഇതിൻ്റെ ഡെറിവേറ്റീവ് എല്ലാം 0 വരും, ലാംഡയുടെ ഡെറിവേറ്റീവ് 1, ഇതാണ് എഴുതേണ്ടത്. അപ്പോൾ അത് പ്രത്യേകിച്ച് ജി ഓഫ് എക്സ് വൈ സെഡ് എഴുതിയാൽ മതി. ഇനി നമ്മളിവിടെ നിന്ന് എല്ലാത്തിൽ നിന്നും ലാംഡ ഈക്വൽ ടു എടുക്കുക. അപ്പോൾ നമുക്ക് ഈ എക്സ് വൈ സെഡ് തമ്മിലുള്ള റിലേഷൻ കിട്ടും. ലാംഡ ഈക്വൽ ടു ഫസ്റ്റിൽ നിന്ന് ലാംഡ 2x ഈക്വൽ ടു -2 ലാംഡ ഈക്വൽ ടു -x കിട്ടി. സെക്കൻഡിൽ നിന്ന് ലാംഡ ഈക്വൽ ടു -2y. തേർഡിൽ നിന്ന് ലാംഡ ഈക്വൽ ടു 2z. ഇങ്ങനെയാണ് വരിക, ലാംഡ ഈക്വൽ ടു ഇതൊന്നും. ഇതെല്ലാം ലാംഡ ആയതുകൊണ്ട് നമുക്ക് എല്ലാം ഈക്വലായിട്ട് എഴുതാം. ഇവിടുത്തെ ആദ്യത്തത് ലാംഡ ഈക്വൽ ടു -x -2y 2z, എക്സ് ഈക്വൽ ടു നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇങ്ങനെ കിട്ടി. ഇനി നമ്മളിത് ഏത് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, ഇതിൽ നിന്ന് ലാംഡ കിട്ടി, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇതിനെല്ലാം ഒറ്റ വേരിയബിൾ ആക്കാം. അപ്പോൾ നമുക്കിവിടെ എളുപ്പം ഏതിനെ വേരിയബിൾ ആക്കാനാണ് നമ്മളിവിടെ ആക്കിയിരിക്കുന്നത്, എക്സിന് പകരം 2y എഴുതി. പിന്നെ അപ്പോൾ നമ്മൾ വൈയിലേക്കാണ് കേട്ടോ മാറ്റണത്. എക്സിന് പകരം 2y എഴുതാൻ പോയാണ്. ഇനി ഇസെഡിന് പകരം 2y ഈക്വൽ ടു -2z ആണ്. അപ്പോൾ ഇസെഡിന് പകരം -y എഴുതി. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യണം, എക്സിന് പകരം 2y എഴുതും, ഇസെഡിന് പകരം -y എഴുതും. അപ്പോൾ വൈക്ക് മാറ്റമില്ല, y അതേപോലെ തന്നെ എഴുതി. അപ്പോൾ ഈ ഇക്വേഷനിൽ എക്സ് ഉള്ളിടത്തെല്ലാം 2y എഴുതി, ഇസെഡ് ഉള്ളിടത്തെല്ലാം -y എഴുതി. ഇവിടെ -y -y പ്ലസ് y, ഇതെല്ലാം വൈയിലേക്ക് മാറി. അപ്പോൾ നമുക്കിവിടെ 6y ഈക്വൽ ടു 5 കിട്ടി, y ഈക്വൽ ടു 5/6 കിട്ടി. y ഈക്വൽ ടു 5/6 കിട്ടിയാൽ പിന്നെ എക്സ് കിട്ടുമല്ലോ, 2 ഇൻറ്റു 5/6. എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു 5/6, 5/3 വന്നു. ഇസെഡ് ഈക്വൽ ടു -y ആണ് ഇവിടെ, ഇസെഡ് ഈക്വൽ ടു -y അല്ലേ, അതിൽ നിന്ന് -5/6 കിട്ടി. അപ്പോൾ ഇതാണ് മിനിമം പോയിൻ്റായിട്ട് കിട്ടുക, 5/3, 5/6 -5/6.